Ministries. ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே காட் கூசிஸ் மினிஸ்ட்ரீஸின் யூடியூப் சேனல் வாயிலாக உங்களை சந்திப்பதில் பெரும் மகிழ்ச்சி அடைகிறேன். இந்த புதிய நாளிலே தேவனாகிய கர்த்தர் நம்மை நினைத்து ஆசீர்வதிக்க விரும்புகிறார். கடந்த நாட்களிலெல்லாம் நம்மை பாதுகாத்து இந்த நாளுக்குள் பிரவேசிக்க நமக்கு இரக்கம் பாராட்டியிருக்கிற தேவாதி தேவனுக்கு ஸ்தோத்திரம் உண்டாவதாக. அவருடைய இரக்கங்களும் அவருடைய தயவும் அவருடைய கிருபையும் நம்மை ஒவ்வொரு நாளும் பின்தொடர்ந்து கொண்டிருக்கிறதினாலே தொடர்ந்து நாம் கர்த்தருக்கு நன்றியுள்ளவர்களாய் இருப்போம். கர்த்தர் நமக்கு சொன்னவைகளையெல்லாம் நிச்சயம் நமக்கு செய்யத்தான் போகிறார். தேவன் செய்ய போகிற அதிசயமான காரியங்களை எதிர்நோக்கி காத்திருப்போம். நம்முடைய நம்பிக்கையிலே விசுவாசத்திலே உறுதியாய் நாம் தரித்திருப்போம். தேவனாகிய கர்த்தர் ஒவ்வொரு நாளும் நம்மோடு பேசும்படியாய் கொடுக்கிற ஒவ்வொரு வார்த்தைகளையும் பற்றி கொள்வோம். ஏனெனில் கர்த்தருடைய ஒவ்வொரு வார்த்தையிலும் ஜீவன் உண்டு. அந்த ஜீவனுள்ள வார்த்தைகளை நம்பி காத்திருப்போம். தேவனாகிய கர்த்தர் பெரிய காரியங்களை செய்வாராக. ஆமென். ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പരിശുദ്ധ പ്രഭാത നിമിഷത്തിൽ നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം നമുക്ക് ഒരുക്കി തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്ക് ഗോഡ് ഹൂസീസ് മിനിസ്ട്രിയോട് ചേർന്ന് ഒരു ദിവസം കൂടെ നമുക്ക് നൽകി തന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന കർത്തൃദാസൻ റവറൻഡ് തോമസ് അവറുകളെയും തൻ്റെ കുടുംബത്തെയും തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാ ടീം അംഗങ്ങളെയും ദൈവം ധാരാളമായി മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ പ്രതിസന്ധിയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വചനം പറയുന്ന യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ അടയാളങ്ങളാണ് എന്ന് പറയുന്നു. എന്നാൽ ഇന്ന് നമ്മൾ പല പല കാര്യങ്ങളും ഒരു കയ്യിൽ ബൈബിളും ഒരു കയ്യിൽ പത്രവുമായി നമ്മൾ പത്രമാധ്യമങ്ങളുമായി നിൽക്കുമ്പോൾ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന ന്യൂസുകൾ നമ്മളെ വിളിച്ച് പഠിപ്പിക്കുന്നത് സ്തോത്രം കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി എന്നുള്ളതാണ്. ആകയാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉണർന്നും കർത്താവിൻ്റെ വചനത്തെ എപ്പോഴും ധ്യാനിച്ചും കാലങ്ങളെ വിവേചിച്ചും നമ്മൾ മുന്നേറുവാൻ ഇടയായിത്തീരേണ്ട കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. ആയാൽ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ നമുക്ക് ജീവിപ്പാൻ ഇടയായിത്തീരട്ടെ. ഇന്ന് ഈ പ്രഭാതത്തിലെ ചിന്തയ്ക്കായിട്ട് ഞാൻ ഒരു വാക്യം വായിപ്പാൻ താല്പര്യപ്പെടുകയാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 2 മുതൽ ചില വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകിപ്പോവുകയും ഞെട്ടിപ്പോവുകയും അരുത്. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രയും. വീണ്ടും നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ ഇപ്രകാരം കാണാൻ കഴിയുന്നു. അധർമ്മം 9-ാമത്തെ വാക്യം, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അവർ രക്ഷിക്കപ്പെടാതിരിപ്പാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ അങ്ങനെ തന്നെ സംഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഫോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. പ്രിയമുള്ളവരെ, തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം
2-ാം അധ്യായത്തിൽ ഉള്ള ഫസ്റ്റ് പാരഗ്രാഫാണ്. അതിൽ ചില വാക്യങ്ങളാണ് ഞാനിവിടെ വായിപ്പാൻ ഇടയായി തീർന്നിരിക്കുന്നത്. നമുക്കറിയാം, തിരുവചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിച്ച സഭയാണ് തെസ്സലോനിക്യ സഭ. ആ സഭയിൽ തന്നെ പൗലോസ് അപ്പോസ്തലൻ പിൽക്കാലത്ത് ലേഖനം എഴുതി അവരെ വിശ്വാസത്യാഗത്തിലേക്ക് കടന്നു പോകാതെ വണ്ണം അവരെ പ്രബോധിപ്പിച്ച് നിർത്തിയിരിക്കുന്ന വചനമാണ്. എങ്കിലും അത് ഈ കാലഘട്ടത്തിലേക്ക്, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലേക്കുള്ള വചനമായി നമുക്ക് ഈ കാലഘട്ടത്തിൽ വിവേചിപ്പാൻ നമുക്ക് മനസ്സിലാകും. ഇവിടെ പറയുന്ന കർത്താവിൻ്റെ വരവിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ കർത്താവിൻ്റെ വരവ് എങ്ങനെയാണ് എന്ന് തെസ്സലോനിക്യ സഭയിലെ വിശ്വാസികളെ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, വളരെ പ്രത്യാശയോടെ യേശുക്രിസ്തുവിൻ്റെ വരവ് അവരുടെ തലമുറയിൽ നടക്കും എന്ന് വിശ്വസിച്ചിരുന്ന അവരുടെ ജീവിതത്തിൽ യേശുവിൽ വിശ്വസിച്ചിരുന്ന പലരും മരിച്ചു പോകുവാനിടയായി. സ്തോത്രം. അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന പല സംഭവങ്ങളും അവർക്കുണ്ടായി. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവരുടെ ലേഖനങ്ങളിലൂടെ എഴുതി പറയുകയാണ്, നമ്മൾ മരിച്ചുപോയവർ, നമ്മൾക്ക് ജീവിച്ചിരിക്കുന്ന നമുക്ക് മുൻപായി അവർ ഉയർത്തെഴുന്നേൽക്കും. അതിനുശേഷം നമ്മളോ ജീവനോടെ ഇരിക്കുന്നവർ കണ്ണിമിക്കുന്നതിനിടയിൽ അക്ഷയരായി രൂപാന്തരപ്പെടുകയും കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവർ വിശ്വാസികളെ ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് മരിച്ചവരെക്കുറിച്ചുള്ള പ്രത്യാശയില്ലാതെ നിങ്ങൾ ആകരുത് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അന്ത്യകാലങ്ങളിൽ സംഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് 1 തെസ്സലോനിക്യ ലേഖനം 2 തെസ്സലോനിക്യ ലേഖനങ്ങളിൽ പൗലോസ് പ്രതിപാദിക്കുന്നത്. ഇവിടെ പറയുന്നത് കർത്താവിൻ്റെ പ്രത്യക്ഷത സംബന്ധിച്ചുള്ള ചില അവരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി, ചില സംശയ നിവാരണങ്ങൾ ഈ ലേഖനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ വരുത്തുകയാണ്. അതുകൊണ്ടാണ് 2-ാം അധ്യായത്തിൽ പറഞ്ഞ കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ ഒരാത്മാവിനാലും യാതൊരു വചനത്താലും നിങ്ങൾ തെറ്റിപ്പോകരുത് എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി, അപ്പസ്തോലന്മാർ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ടു വേഗത്തിൽ ഇളകിപ്പോവുകയും ഞെട്ടിപ്പോവുകയും അരുത്. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വരവിനെ സംബന്ധിച്ചിടത്തോളം അടയാളം പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്യ ലേഖനത്തിലൂടെ സഭയെ പ്രബോധിപ്പിക്കുകയാണ്. ഒന്നാമത് പറയുന്നു, കർത്താവിന് നാൾ അടുത്തിരിക്കുന്നതെന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ, ശ്രദ്ധിക്കണമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പോലെ തോന്നിപ്പിക്കുന്ന പല ആത്മാവും, അതായത് ദുഷ്ടാത്മാവ്, വെളിച്ചദൂതൻ എന്നൊക്കെ നമ്മൾ പറയും. അത് ദൈവദൂതൻ്റെ വേഷം കിട്ടുന്ന വെളിച്ചദൂതൻ്റെ ശക്തിയാലോ അല്ലെങ്കിൽ പൈശാചിക ശക്തിയാലോ നിങ്ങൾ ആരും വശീകരിക്കപ്പെട്ട് ഏതെങ്കിലും വചനത്തിൽ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനം, പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, പൗലോസായ ഞാൻ, പത്രോസ്, യോഹന്നാൻ, മറ്റ് ലേഖനം എഴുതിയിട്ടുള്ള യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരായ ഞങ്ങൾ എഴുതി എന്ന് പറയത്തക്ക നിലയിൽ എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ വേഗത്തിൽ ഇളകുകയോ ഞെട്ടിപ്പോവുകയും അരുത്. വല്ല ആത്മാവിനാലോ വല്ല വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള വല്ല വചനത്താലോ നിങ്ങൾ തെറ്റിപ്പോകരുത് എന്നാണ് സ്തോത്രം പൗലോസ് അപ്പോസ്തലൻ ആ സഭയെ പ്രബോധിപ്പിക്കുന്നത്. സ്തോത്രം. എന്നിട്ട് പറയുന്നത്, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും അധർമ്മമൂർത്തിയും നാശയോഗ്യനുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ വെളിപ്പെടും. നാശയോഗ്യൻ, അധർമ്മമൂർത്തി, അങ്ങനെയുള്ളവനെ അവരെ വിളിക്കുന്ന പേരിതാണ് അധർമ്മമൂർത്തി. അധർമ്മത്തിൻ്റെ മൂർത്തി ഭാവം, സുപ്രീം പവർ ഓഫ് ദ അധർമ്മത്തിൻ്റെ അധർമ്മമൂർത്തി, അതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ സാത്താൻ ഹിംസെൽഫ്, സാത്താനെ തന്നെ അവൻ വെളിപ്പെടണം. സ്തോത്രം. ആ കാലഘട്ടത്തിലെ പ്രത്യേകത വിശ്വാസത്യാഗം സംഭവിക്കുക എന്നുള്ളത്. പൗലോസ് അപ്പോസ്തലൻ ഇത് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ഇന്ന് ഞാൻ ഈ വചനം ചിന്തിപ്പാൻ താല്പര്യപ്പെട്ടതിൻ്റെ ഒരു പ്രധാന കാരണം ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണാനിടയായി. അമേരിക്കയിലെ ഒരു പ്രഭാഷകയായിരുന്ന ഒരു പ്രഭാഷക, പ്രൈസ് ദി ലോർഡ്, എനിക്ക് തോന്നുന്നു ഷാരോൺ വൈറ്റ് ആണെന്ന് തോന്നുന്നു. അവർ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ കുറിച്ച് പറഞ്ഞത്, ട്രംപ് മെസ്സിഹായാണ്, യേശുക്രിസ്തുവാണ്,
യേശുക്രിസ്തുവിനെ പോലെയാണ് എന്നൊക്കെ അവർ പ്രസ്താവിപ്പാനിടയായി. ഞാനത് യൂട്യൂബിൽ വായിപ്പാനിടയായി. അതെ, ഷാരോൺ വൈറ്റ് തന്നെ. അവർ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാനിടയായി. അതിനുശേഷം ചില ദിവസങ്ങൾക്ക് ശേഷം ട്രംപ് തന്നെ പറഞ്ഞതായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാനിടയായി. ഞാൻ ക്രിസ്തുവാണ്, ഞാൻ മിശിഹയാണ് ഇത് താൻ പറഞ്ഞതായിട്ടൊരു സോഷ്യൽ മീഡിയയിലൂടെ ഒരു കേട്ടു. അതിനെ പലരും വിമർശിക്കുന്നതായിട്ട് ഞാൻ കാണാനിടയായി. പ്രത്യേകിച്ചും രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു മലയാളത്തിലെ ഒരു യൂട്യൂബറും ഇതിനെ സംബന്ധിച്ച് ശക്തമായി വിമർശിക്കുന്നതായിട്ട് കാണുവാനിടയായി. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഈ കാലഘട്ടത്തിൽ അനേകർ യേശുവിൻ്റെ പേരെടുത്തു വരും, വിശ്വാസത്യാഗം സംഭവിക്കും, അധർമ്മമൂർത്തി വെളിപ്പെടും. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്? ഈ ട്രംപിൽ നമ്മൾ വാസ്തവമായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അനേക ദുഷ്ടത, ചെറുപ്പം മുതൽ ദുഷ്ടത ചെയ്ത് വളർന്നു വരുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം എന്താണ് എപ്സ്റ്റൈൻ ഫയൽസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ആ ഫയൽസിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ വലിയ വിവാദ വിഷയമായി തീർന്നിരിക്കുകയാണ്. അങ്ങനൊരു വ്യക്തി അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡൻ്റായി തീർന്നു. അതിനുശേഷം നടക്കുന്ന സംഭവങ്ങളാണ് ലോക സമൂഹത്തിന് സമാധാനത്തിന് ഭീഷണിയായി നിൽക്കുന്ന ഒരു കാര്യം. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഈ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം കർത്താവിൻ്റെ വരവിനോടുള്ള കാലത്ത് അതിൻ്റെ സൂചനകളാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. അനേകർ യേശുവിൻ്റെ പേരെടുത്തു വരും. ഞാൻ ക്രിസ്തുവാണ്, ഞാൻ യേശുവാണ് എന്ന് അനേകർ യേശുവിൻ്റെ പേരെടുത്തു വന്ന് മിശിഹയാണെന്ന് പറഞ്ഞ് ദൈവമാണെന്ന് പറഞ്ഞ് വന്ന് പലരെയും തെറ്റിക്കും. അത് നമ്മൾ ഹിസ്റ്റോറിക്കലി ചരിത്രപരമായിട്ട് നമ്മൾ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലും ഈ നൂറ്റാണ്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അനേകർ യേശുവിൻ്റെ പേരെടുത്തു വന്ന് മനുഷ്യരെയൊക്കെ ചതിച്ച് കളയുന്നതായിട്ട്. പലരും മശിഹയായിട്ട് വന്നു, യേശുക്രിസ്തുവിന് സമനായിട്ട് പലരും കടന്നു വന്നു. ഉദാഹരണത്തിന് പൊയ്കയിൽ യോഹന്നാൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അങ്ങനെയൊക്കെയുള്ള നമുക്ക് ഇഷ്ടംപോലെ നമുക്കറിയാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കുക, എന്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം? ഇത് അന്ത്യകാലഘട്ടമാണ്. ഇനി സമയങ്ങൾ എത്രമാത്രമുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. എങ്കിൽ പോലും ഇന്ന് ജീവനോടെ ശേഷിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ വലിയ ഉത്തരവാദിത്വം ഈ സത്യങ്ങളെ മറ്റുള്ളവരേക്ക് അറിയിക്കുക. നമ്മൾ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്ന് ചിന്തിച്ച് വിശ്വസിച്ച് നമ്മൾ കർത്താവിന് വേണ്ടി, അവൻ്റെ വരവിനെ എതിരേൽക്കുവാൻ വേണ്ടി, ഏത് നിമിഷം വന്നാലും കർത്താവിനെ എതിരേൽക്കുവാൻ വേണ്ടി, അവനോടുകൂടെ മേഘത്തിലേക്ക് എടുക്കപ്പെടുവാൻ വേണ്ടി ഒരുക്കമുള്ള വ്യക്തികളായി നമ്മൾ ജീവിക്കണം എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ആൻറ്റി ക്രൈസ്റ്റ് അഥവാ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷതയെക്കുറിച്ച് വീണ്ടും ചില ഭാഗങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. 8:8 കാണുന്നു, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും, അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷതയെ എങ്ങനെയായിരിക്കും? നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ അങ്ങനെ സംഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഫോഷ്ക്ക് വിശ്വസിക്കുമാർ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. സുവിശേഷം നാളുകളായി കേട്ടിട്ടും അതിൽ വിശ്വസിക്കാതെ, അതിന് ചെവി കൊടുക്കാതെ നിൽക്കുന്നവർക്ക് എന്താണ്? ഈ സാത്താൻ്റെ വ്യാപാര ശക്തി അത് വലിയ അത്ഭുതങ്ങളോടും അടയാളങ്ങളോടും വീര്യപ്രവൃത്തികളോടും കൂടെ വരുമ്പോൾ അതിൽ വിശ്വസിക്കുവാൻ ഇടയായി തീരേണ്ടതിന് ഒരു വലിയ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി ദൈവം അയക്കും. കാരണം എന്താണ്? അവർ സുവിശേഷം കേട്ടിട്ട് വിശ്വസിച്ചിട്ടില്ല. അനവധി തവണ സുവിശേഷം കേട്ടു, സുവിശേഷ പ്രതികൾ വായിച്ചു, ബൈബിൾ വായിച്ചു, എന്നിട്ടും രക്ഷിക്കപ്പെട്ടില്ല. അവർ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തില്ല. ദൈവത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാഞ്ഞതുകൊണ്ട് അവരൊക്കെ എന്താണ്? അവരുടെ മേൽ ന്യായവിധി വരേണ്ടതിന്, ദൈവത്തെ തെളിച്ച് കളഞ്ഞത് കൊണ്ട് ന്യായവിധി വരേണ്ടതിന് അവർക്ക് ഫോഷ്ക്ക് വിശ്വസിക്കുമാർ, അവർ കപടം വിശ്വസിക്കുമാർ, സാത്താനിൽ വിശ്വസിക്കേണ്ടതിന് എന്ത് ചെയ്യും? ദൈവം അവരെ തള്ളിക്കളഞ്ഞത് കൊണ്ടാണ്.
വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. അവരത് വിശ്വസിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ കാലം വല്ലാത്ത കാലമാണെന്ന് വിശ്വസിച്ച് കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഇതാ യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ ഇതെല്ലാം ചാടിക്കൊണ്ടിരിക്കുന്നു. ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിനുള്ള സാധ്യതകൾ കാണുന്നു. ഇന്നത്തെ ന്യൂസ്, ഈ ദിവസങ്ങളിലെ ന്യൂസ് നമ്മൾ കാണും, മനസ്സിലാകുന്നു. ഇറാനും അമേരിക്കയും ഇസ്രയേലും ഒക്കെ ആയിട്ട് വളരെ യുദ്ധങ്ങൾ നടക്കുന്നു. റഷ്യയും ചൈനയും ഒക്കെ അതിലേക്ക് പുറപ്പെടാൻ തയ്യാറാകുന്നു. യൂറോപ്യൻ യൂണിയനിൽ ശിഥിലം സംഭവിച്ചിരിക്കുന്നു. നാറ്റോയിൽ വിള്ളൽ സംഭവിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു കാലത്ത് അമേരിക്കൻ ചേരിയോട് നിന്നവരൊക്കെ ഇന്ന് പിണങ്ങി മാറിയിരിക്കുന്നു. സ്തോത്രം. ലോകത്ത് അസ്ഥിരത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയുടെ പ്രതാപം തകർന്നുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പല പല പ്രശ്നങ്ങൾ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഇതൊക്കെ നമ്മൾ പത്രത്തിലൂടെ, മീഡിയകളിലൂടെ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുകയാണ്. ലോകത്ത് സ്വസ്ഥത എടുത്തു കളയാൻ പോവുകയാണ്. സമാധാനം, സ്വസ്ഥത എടുത്തു കളയാൻ പോവുകയാണ്. സമാധാനം ഇല്ലാതാകാൻ പോവുകയാണ്. ആകയാൽ നമ്മൾ ഓരോരുത്തരും ഈ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി നിൽപ്പാൻ ഇടയായി തീരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഈ മീഡിയ അല്ലെങ്കിൽ ഈ അവസരം ഒരുക്കുന്ന തോമസ് സാറിനെയും തൻ്റെ കുടുംബത്തെയും ഞാൻ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ ദൈവം മാനിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് ഈ 16-ാം തീയതി കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കടന്നു വരുവാൻ കൃപ നൽകിയതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഈ കർത്താവെ, ഈ സന്ദേശത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു തരികയാണ്. ഞങ്ങൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ ഞങ്ങൾ കൃപ നൽകണം. ദൈവനാമം മഹത്വം എടുക്കുവാനിടയാൻ ആരും പിന്മാറി പോകരുത്. ദൈവത്തെ സ്നേഹിച്ച് സേവിച്ച് മുന്നേറാൻ കൃപ നൽകണം. ഈ കാലങ്ങളിൽ രക്ഷിക്കപ്പെടാത്ത അനേകരുണ്ട്. ദൈവം ഞങ്ങളൊക്കെ ഓരോ സ്ഥലങ്ങളിലും സുവിശേഷം പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അനേകരുടെ ഭവനങ്ങളിലേക്ക് സുവിശേഷം പ്രചരിപ്പിക്കും. ഞങ്ങളുടെ കുടുംബത്തിലും അനേകം രക്ഷിക്കപ്പെടാതുണ്ട്. അവരെ നേടേണ്ടതിന് കർത്താവെ, അങ്ങയുടെ ദാസന്മാരെ ഞങ്ങളുടെ ബന്ധുക്കളുടെ കുടുംബങ്ങളിൽ, ചാർച്ചക്കാരുടെ കുടുംബത്തിൽ ദൈവം അയക്കണമേ. ഞങ്ങൾ പല പല സ്ഥലങ്ങളിലും ദേശങ്ങളിലും ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിലും ഒക്കെ കർത്താവ് രക്ഷിക്കപ്പെടാത്തവരുണ്ട്. അവരെ നേടുവാൻ കൃപ നൽകണം. ഞങ്ങളുടെ സുഹൃത്തുക്കൾ അനവധി ആൾക്കാരുണ്ട്. അവരെ ഒരുക്കുവാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ ജീവിതം വലിയ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു. നീ നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. മോചനം വീണ്ടും ജനനവും നീചപാപിയന്മേൽ വസിപ്പാൻ നിന്നാത്മാവിന്റെ ദാനവും നീ തന്നു. സ്വർഗാനുഗ്രഹങ്ങളും നിൻ മഹാകൃപയ്ക്കായി
അനവധാതി നന്മകളെ എണ്ണമില്ലാതെന്മേൽ ചൊരിഞ്ഞു. തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു നീ. നിൻ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നാശമില്ലാത്തവകാശവും യേശുവിൻ ഭാഗ്യസന്നിധിയും നീതിയിൻ വാടമൂടിയതും തന്മക്കൾക്കു സ്വർഗ്ഗേ ലഭിക്കും. നിൻ